റമദാനിൽ പെർഫ്യൂം ഉപയോഗിക്കുന്നത് കൊണ്ട് തെറ്റുണ്ടോ? ചൂടുകാലമായതിനാൽ ബോഡി സ്പ്രേ ഉപയോഗിക്കാതെ പുറത്തു പോയാൽ വിയർക്കും. ഓക്കെ, തീർച്ചയായും നല്ല ചോദ്യം. നമ്മൾ മനസ്സിലാക്കേണ്ടത് റമദാനിൽ പകൽ സമയത്ത് അത്തർ ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് നമ്മുടെ മദ്ഹബിലെ പ്രബലമായ വീക്ഷണം. ഷാഫിഈ മദ്ഹബിലെ പ്രബലമായ വീക്ഷണം റമദാനിന്റെ പകൽ സമയത്ത് അത്തർ തേക്കാൻ പാടില്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖിയാമിന് പോകുന്ന സമയത്ത് നന്നായി അത്തർ ഉപയോഗിച്ചിരുന്നു. അതേ ഡ്രസ്സ് തന്നെ പിറ്റേന്ന് പകൽ ധരിക്കുമ്പോൾ അതിലെ അത്തറിന്റെ മണം ഞങ്ങൾ ആസ്വദിച്ചിരുന്നു എന്ന് ഹദീസുകളിൽ കാണാം. അതുകൊണ്ട് നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം അത്തറിന്റെ ഉപയോഗമാണ് കറാഹത്ത് എന്ന് പറയുന്നത്. അതേ സ്ഥാനത്ത് അത്തറുള്ള ഒരു വസ്ത്രം ഒരാൾ ധരിക്കുന്നത് കൊണ്ട് വിരോധമില്ല. ഇനി വളരെ നെത്തിനായ വാസനയുള്ള ഒരാൾ, നെത്തിൻ വളരെ മോശപ്പെട്ട വാസന, ചില ആളുകൾ വിയർപ്പിന് വലിയ വാസന, അങ്ങനെയുള്ള ആളുകൾ ഒരു ജമാഅത്തിനൊക്കെ പോകുന്ന സമയത്ത് അത്തരം ആളുകൾ പള്ളിയിലേക്കൊക്കെ കയറുമ്പോൾ മോശപ്പെട്ട വാസനയുമായി ചെല്ലരുത് എന്ന് കാണാം. അതുകൊണ്ട് അങ്ങനെയുള്ളൊക്കെ ഒരു മോശപ്പെട്ട വാസന ഒഴിവാക്കാൻ വേണ്ടി ഒരു അത്തർ ഉപയോഗിക്കുന്നത് കൊണ്ട് വിരോധമില്ല. അതെ, അപ്പൊ അതിൽ ചോദിച്ച സ്മെല്ല് അദ്ദേഹത്തിന്റെ ശരീരം ഒരു സാധാരണയിൽ കവിഞ്ഞ മോശപ്പെട്ട മണമുണ്ടെങ്കിൽ, സാധാരണ ഒരു മനുഷ്യന് നോമ്പ് നോൽക്കുമ്പോൾ ഇപ്പോ എന്താണ് ഒരു നോമ്പ് നോറ്റാല് സ്വാഭാവികമായിട്ട് ഒരു ഉച്ചയ്ക്ക് ശേഷമൊക്കെ ആവുമ്പോൾ നമ്മുടെ വായക്കൊരു ദുർഗന്ധം വരും, സ്വാഭാവികമാണ്, കാരണം ഭക്ഷണം കഴിക്കാതെ ആവുമ്പോൾ. അപ്പൊ അതിനെക്കുറിച്ച് എന്താണ് പറഞ്ഞത്? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് അത് മിസ്കിന്റെ ഗന്ധമാണെന്നാണ്. അതിന്റെ അർത്ഥം വളരെ മോശപ്പെട്ടൊരു വാസനയൊക്കെ ഉണ്ടാവുമ്പം തീരെ അത്ര ഉപയോഗിക്കേണ്ടെന്നല്ല. കാരണം ഈ വിഷയത്തിൽ പണ്ഡിതന്മാർക്ക് വ്യത്യസ്ത കാഴ്ചപ്പാടുണ്ട്. ഉലമാക്കളിൽ പലരും അത്ര ഉപയോഗിക്കുന്നത് കൊണ്ട് വിരോധമില്ല എന്നും പറഞ്ഞ ആളുകളുണ്ട്. പക്ഷേ നമ്മുടെ മദ്ഹബിൽ അത് കറാഹത്താണ് എന്ന് തന്നെയാണ് മുഅ്തമദായ. അത്തായ സമയത്ത് പെർഫ്യൂം ഉപയോഗിക്കൽ പ്രത്യേകം സുന്നത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്തായ സമയത്ത് പെർഫ്യൂം, കാരണം ആ സമയത്ത് മാലാഖമാർ ആകാശത്തിൽ നിന്ന് ഇറങ്ങുന്ന സമയമാണ്. അപ്പൊ ആ സമയത്ത് റഹ്മത്തിന്റെ മലക്കുകൾ നമ്മളിലേക്ക് വരാൻ വേണ്ടി നല്ല അത്തറുകൾ ഉപയോഗിക്കൽ പ്രത്യേകം സുന്നത്താണ്. അത് സുബഹിന്റെ ശേഷം ആ അത്തറിന്റെ ഗന്ധം, ആ സുഗന്ധം നമ്മുടെ ശരീരത്തിൽ ഉണ്ടെങ്കിലും കുഴപ്പമില്ല. റമദാനിന്റെ പകലിൽ അത്തറിന്റെ മണമുള്ളത് കൊണ്ട് കുഴപ്പമില്ല, അതിന്റെ ഉപയോഗം മാത്രമാണ്. അത് എടുത്തിട്ട് ഇങ്ങനെ തൊട്ട് ഉപയോഗിക്കുന്നതിനെയാണ് എന്തെങ്കിലും. അതെന്ന് പറഞ്ഞാൽ നോമ്പ് എന്ന് പറഞ്ഞാൽ ഒരു ത്യാഗമാണ്, അതൊരു സമർപ്പണമാണ്. അപ്പൊ സമർപ്പണത്തിന്റെ പല കാര്യങ്ങളിലും ഇസ്ലാം അങ്ങനെ തന്നെയാണ്. ഉദാഹരണമായിട്ട് ഹജ്ജ് ഉംറയ്ക്ക് ഇഹ്റാം ചെയ്താൽ, ഹജ്ജ് ഉംറക്കൊക്കെ ഇഹ്റാം ചെയ്യുമ്പോൾ അതെന്താ ഒരു ത്യാഗമാണ്. ആ ത്യാഗസപര്യയുടെ ഭാഗമായിട്ട് ചെയ്യുന്ന ഒരു അമലിൽ ഒരു മനുഷ്യൻ സുഗന്ധം പോലുള്ള ഒരു ആശ്വാസം കിട്ടുന്ന കാര്യം അത്ര നല്ലതല്ല എന്ന കാഴ്ചപ്പാട്. എന്നാലും ഒരാൾക്ക് ഇപ്പോൾ ഒരു പെട്ടെന്ന് അർജന്റായിട്ടൊരു കാര്യത്തിലേക്ക് പോകാനുണ്ട്, അങ്ങനത്തെ ഘട്ടത്തിൽ അനിവാര്യമാണെങ്കിൽ ഉപയോഗിക്കുന്നതുകൊണ്ട് വിരോധമില്ല എന്നും കണ്ടിട്ടുണ്ട്. എന്നാൽ കറാഹത്തായിട്ട് മാത്രമാണ് പണ്ഡിതന്മാർ എണ്ണിയത്. കറാഹത്തിനെ നിസ്സാരാക്കേണ്ട. അത്യാവശ്യം വളരെ അത്യാവശ്യം അത് മോശപ്പെട്ട വാസന ഒഴിവാക്കാൻ വേണ്ടി ഒരാൾ ഉപയോഗിച്ചാൽ അത് കറാഹത്തിന്റെ ഗണത്തിൽ പെടില്ല. കാരണം എന്താ? നെത്തിനായ ഉള്ളി തിന്നുകൊണ്ട് പള്ളിയിലേക്ക് വരരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതിന്റെ താല്പര്യത്തിൽ പണ്ഡിതന്മാരെ ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. പള്ളിയിലേക്ക് ഒരാൾ ചീത്ത വാസനയായിട്ട് കയറി വരാൻ പാടില്ല. ഇപ്പം വലിയ തൊഴിലാളി ഇങ്ങനെ നമ്മൾ മൊത്തം വിയർത്തിട്ട് ഇങ്ങോട്ട് ഒലിച്ചിട്ട് അദ്ദേഹം നിസ്കാരത്തിന്റെ സമയത്തേക്ക് പള്ളിയിലേക്ക് കയറി വരുമ്പോൾ ചീത്ത വാസന വരുന്നുണ്ടെങ്കിൽ മാക്സിമം അതൊക്കെ ഇല്ലാതെ കഴിയുന്നതും കഴുകി വൃത്തിയാക്കി അപ്പോൾ ഒരു അനിവാര്യമായിട്ട് ഒരു അത്ര എന്തെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കുന്നത് കൊണ്ട് വിരോധമില്ല. നോമ്പ് നോറ്റാൽ ഹറാമായ കാര്യങ്ങൾ വിശദീകരിക്കാമോ? മാഷാ അല്ലാഹ്. നോമ്പ് നോറ്റാൽ രണ്ട് രീതിയിലുള്ള ഹറാമുകളുണ്ട്. ഒന്ന് ആത്മീയമായ ഹറാമ്, മറ്റൊന്ന് ശാരീരികമായ ഹറാമ്. അപ്പൊ ശാരീരികമായ ഹറാമിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഒറ്റ കാര്യമേ ഉള്ളൂ: ഭക്ഷണം കഴിക്കാൻ പാടില്ല, തുറക്കപ്പെട്ട ദ്വാരത്തിലൂടെ ഉള്ളിലേക്കൊന്നും ചെല്ലാൻ പാടില്ല. ഇത്രയേ ഉള്ളൂ നോമ്പിന്റെ കർമ്മശാസ്ത്രപരമായ നിഷിദ്ധം പറയുന്നത്. എന്നാൽ നോമ്പ് നോറ്റവനെ സംബന്ധിച്ചിടത്തോളം നോമ്പിന്റെ യഥാർത്ഥ ഉദ്ദേശം എന്താണ്? തഖ്വ ഉണ്ടാകുക എന്നുള്ളതാണ്. ഈ തഖ്വ ഉണ്ടാകാൻ വേണ്ടി ഒരാൾ കളവ് പറയാൻ പാടില്ല, ഗീബത്ത് പറയാൻ പാടില്ല. അതുപോലെ മറ്റുള്ളവൻ ചീത്ത പറഞ്ഞാൽ പോലും എന്താ പറയണ്ടേ? ഒരാൾ തന്നെ ദേഷ്യം പിടിച്ച് ചീത്ത പറഞ്ഞാൽ എന്താ പറയണ്ടേ? ഇന്നി സ്വായിമുൻ, ഞാൻ നോമ്പുകാരനാണ്, അതുകൊണ്ട് എനിക്ക് പ്രതികരിക്കുന്നതിന് പരിധിയുണ്ട് എന്നാണ്. അപ്പോൾ നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം അവൻ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യമുണ്ട്. മല്ലം ഒരാൾ കളവ് പറയലും അതുപോലെ തന്നെ മറ്റുള്ളവനെ ആക്ഷേപിച്ചുകൊണ്ട് സംസാരിക്കലും ഒഴിവാക്കാതെ അവൻ ഭക്ഷണ അന്നപാനീയങ്ങൾ ഒഴിവാക്കുന്നത് കൊണ്ട് അള്ളാഹുവിന് അവൻ്റെ നോമ്പിന് ഒരാവശ്യവും ഇല്ല എന്ന് കാണാം. അതുപോലെ മറ്റുള്ളവൻ്റെ കുറ്റം പറയാ, ഗീബത്ത് പറയാ, ഇത്തരം ഒരുപാട് നിഷിദ്ധമായ കാര്യങ്ങൾ. ചുരുക്കത്തിൽ ഇത്രയേ ഉള്ളൂ: പരിശുദ്ധത കൈവരിക്കാൻ ആവശ്യമായ എല്ലാ നന്മകളും ഒരു നോമ്പുകാരൻ ശ്രദ്ധിക്കുക. പ്രഗ്നന്റ് ആയതുകൊണ്ട് ഫീഡിങ് ചെയ്തത് കൊണ്ടും
2 വർഷത്തെ മുഴുവൻ റമദാൻ നോമ്പും ഖളായി, അതിന്റെ ഫിദിയ എങ്ങനെ കൊടുക്കണം? നമ്മൾ നേരത്തെ ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് നമ്മൾ പഴകിയ നിസ്കാര കുപ്പായങ്ങൾ എന്ത് ചെയ്യണം? ഒരു മുദ്ദിന്റെ കറക്റ്റ് അളവ്. അല്ലാ, പഴകിയ നിസ്കാരക്കുപ്പായം എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ പഴകിയ നിസ്കാരക്കുപ്പായം എന്നല്ല, ഒരു ഹദീസ് കാണാം, ഒരു മനുഷ്യന് ലോകത്ത് അവശേഷിക്കുന്ന കാര്യം വലിബാസുല്ലം യുബല, അവൻ ധരിച്ച വസ്ത്രങ്ങളല്ലാതെ വേറൊന്നും ഉണ്ടാകില്ല എന്നൊരു ഹദീസ് കാണാം. അപ്പോൾ ദ്രവിച്ച എന്താണ് പഴകിയ നിസ്കാരക്കുപ്പായം എന്ന് വേണ്ട, ബഹുമാനിക്കപ്പെട്ട കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ ഇതൊക്കെ നിൽക്കും. അത് കീറിയിട്ടും മറ്റൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഉപയോഗിക്കാനൊക്കെ പറ്റുന്ന രീതിയിൽ. എന്നാൽ ഖുർആനെ പോലുള്ളൊരു കാര്യം അത് എവിടെയും പറഞ്ഞിട്ടില്ല. പരിശുദ്ധ ഖുർആന്റെ ചില പഴയ പേപ്പറുകൾ അതൊരിക്കലും നമ്മൾ വലിച്ചെറിയരുത്, അവിടെയും ഇവിടെ ഇടരുത്, അത് കത്തിച്ച് കളയണമെന്നൊക്കെ ഉണ്ട്. എന്ന പോലെ നിസ്കാരക്കുപ്പായം അതൊരു ബഹുമാനിക്കപ്പെടേണ്ട സംഗതി തന്നെയാണ്. അതിൻ്റെ അർത്ഥം ആ നിസ്കാരക്കുപ്പായത്തെ വേറെ ഒന്നുമില്ല, അത് നമ്മൾ നല്ല നിലക്ക് സൂക്ഷിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും പാവങ്ങൾക്ക് കൊടുക്കുക, അങ്ങനെയൊക്കെയാണല്ലോ വേണ്ടത്. ദ്രവിച്ച കാര്യം പാവങ്ങൾക്ക് കൊടുക്കണം എന്ന് പറയല്ല, മറിച്ച് അത് എന്തെങ്കിലും നിലക്ക് ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ ഉപയോഗിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ അത് മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാം. അതിന് പ്രത്യേകമായൊരു ഹുക്കുമൊന്നും ആരും പറഞ്ഞിട്ടില്ല. ഒരു മുദ്ദിന്റെ കറക്റ്റ് അളവ് നേരത്തെ പറഞ്ഞു, ഒരു 2 കൈകളുടെ സാധാരണക്കാരന്റെ കൈ 700-800 ഗ്രാം എന്നാണ്. ഡ്യൂറിംഗ് പീരീഡ് മെൻസ്ട്രേഷന്റെ സമയത്ത് റമദാനിൽ പ്രത്യേകമായ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനുണ്ടോ? ദുആ ദിക്ർ പോലെ. അപ്പൊ നോമ്പ് നിസ്കാരമൊന്നും ഉണ്ടാവാത്തത് കൊണ്ട് തന്നെ കൂടുതലായി എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് അറിയാനായിരുന്നു. ഓക്കെ, നല്ല ഒരു ചോദ്യമാണ്. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ പ്രവാചകർ പറഞ്ഞിട്ടുണ്ട്, നാഖിസ്വാതു അഖ്ലിം വദീൻ, ദീനും അഖിലും കുറഞ്ഞ ഇതാണെന്ന്. അത് പറയുമ്പോൾ പെണ്ണുങ്ങളെ ആക്ഷേപിച്ചിട്ട് പറഞ്ഞതല്ല. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം റമദാനിൻ്റെ പരിശുദ്ധമായ സമയങ്ങൾ അവർക്ക് നോമ്പിൽ ഉപയോഗപ്പെടുത്താനുള്ള അവസരം ഉണ്ടാവാത്തത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അതിൻ്റെ അർത്ഥം അത് മോശമാണെന്നല്ല, മറിച്ച് അവർ ആ സമയം ഖളാ വീട്ടണമല്ലോ. ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ, മറ്റൊരു സമയം അവർ ഖളാ വീട്ടണം. എന്നാൽ ഇങ്ങനെ വരുന്ന ആളുകൾ നോമ്പിൻ്റെ സമയത്ത് നല്ല ദിക്റുകൾ ചെല്ലാം. ഹൈദുകാരിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രത്യേകമായ പല കാര്യങ്ങളുണ്ട്, അദ്കാറുകൾ ചെല്ലാം. എത്രത്തോളം പതിവായി ഓതുന്ന ഖുർആൻ പോലും ദിക്റാണെന്ന് കരുതിക്കൊണ്ട് ഓതാവുന്നതാണ്. അതായത് ഹദ്ദാദിലുള്ള ഫാത്തിഹ ഓതാം. ഇപ്പോൾ പതിവായിട്ട് ഹദ്ദാദ് ചെല്ലുന്ന ഒരു സഹോദരിയാണെങ്കിൽ ഹദ്ദാദിലെ ഫാത്തിഹ ഓതാം. യാസീന്റെ പല ഭാഗങ്ങൾ ആയത്തുകൾ, ഇപ്പോൾ ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി എന്ന് പറഞ്ഞ് ആയത്ത് പതിവാക്കിയ ഒരു പെണ്ണാണ് കൊടുക്കുക. ഉദാഹരണം, ആമന റസൂൽ പതിവാക്കിയ, അല്ലെങ്കിൽ അല്ലാഹു ആയത്തുൽ കുർസി പതിവാക്കിയ ഒരു സ്ത്രീക്ക് ഖുർആൻ ആണെന്ന ഉദ്ദേശം ഇല്ലാതെ ദിക്ർ ആണ് എന്ന ഉദ്ദേശത്തോടെ ആ ഖുർആൻ പോലും പാരായണം ചെയ്യാം എന്നാണ്. എത്രത്തോളം മെൻസസുകാരി അതുപോലെ തന്നെ പ്രസവിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ മുസ്ഹഫ് തൊടുന്നതിനെ പ്രശ്നമുള്ളൂ എന്നല്ലാതെ ഖുർആൻ പാരായണം ചെയ്യുന്നതിന് പ്രശ്നമില്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ പോലും ഉണ്ട്. ഷാഫി മദ്ഹബ്, നമ്മുടെ മദ്ഹബ് പ്രകാരം മെൻസസുകാരി ഓതരുത് എന്ന് തന്നെയാണ് മുഅ്തമദായ അതിന്റെ കാഴ്ചപ്പാട്. ചില ആലിം ഉലമാക്കൾ അങ്ങനെ മറ്റു മദ്ഹബുകാരിലൊക്കെ പെട്ട ആളുകൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും തൊടുന്നതാണ് കുഴപ്പമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ മൊബൈൽ പോലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ സ്ക്രീനൊക്കെ തൊടുമ്പോൾ കൈ കൊണ്ട് തൊടാതെ അത് നീക്കി പെൻസിൽ കൊണ്ട് മറിച്ചിട്ടൊക്കെ ഓതാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മുടെ മദ്ഹബിൽ, ഷാഫിഈ മദ്ഹബിൽ പ്രത്യേകിച്ചും അക്കാര്യത്തിൽ കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ജനാബത്തുകാരനോട് സാദൃശ്യപ്പെടുത്തിക്കൊണ്ടാണ് മസ്അല കൊണ്ടുവന്നത്. ഏതായാലും ആ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പതിവായി ഓതുന്ന ഭാഗങ്ങൾ ഓതുന്നതുകൊണ്ട് വിരോധമില്ല. ഇത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ ഫിഖ് വിഷയം ആയതുകൊണ്ട് തന്നെ നിങ്ങൾ നമ്മുടെ മദ്ഹബ് ഷാഫി മദ്ഹബ് എന്നൊക്കെ പറയുമ്പോൾ പലർക്കും സംശയം ഉണ്ടാവും. ഇൻഷാ അല്ലാഹ് അപ്പോൾ നിങ്ങളോട് പറയാനുള്ളത് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഉടനെ ചെയ്യുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അതിൽ കൃത്യമായിട്ട് പലർക്കും സംശയം ഉണ്ടാവും. തവാഫിന്റെ സമയത്ത് നമ്മൾ മറ്റു മദ്ഹബിലേക്ക് തഖ്ലീദ് ചെയ്യുന്നു, നോമ്പിന് നിയ്യത്ത് മറന്നാൽ തഖ്ലീദ് ചെയ്യുന്നു. അതുപോലെ ഇപ്പോൾ ഉസ്താദ് പറഞ്ഞ പോലെ മെൻസ്ട്രേഷൻ സമയത്ത് ഖുർആൻ നോക്കി പാരായണം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ കൈകൊണ്ട് തൊടുന്നതിനൊക്കെ അതൊക്കെ വേറെ മദ്ഹബിൽ കൈകൊണ്ട് തൊടാൻ എന്തായാലും പറ്റില്ല, പാരായണം ചെയ്യുന്നതിന് മറ്റുള്ള മദ്ഹബിൽ പറ്റും. അപ്പോൾ ഏതൊക്കെ സമയത്ത് നമുക്ക് തഖ്ലീദ് ചെയ്യാം, എന്താണ് ഈ മദ്ഹബ് കൊണ്ടുള്ള ഇതിന്റെ പിന്നിലുള്ള ലോജിക്ക് ഗുട്ടൻസ് ഒക്കെ നമുക്ക് ശേഷം ചെയ്യാം. കമന്റ് ഒരുപാട് പേരാണെങ്കിൽ നോമ്പ് നോക്കി പാട്ടുകൾ ആസ്വദിക്കാമോ? വിധി എന്താണ്? അശ്ശുഅറാഉ യത്തബിഉഹുമുൽ ഗാവൂൻ എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു.
സംഗീതങ്ങൾ നല്ലതല്ല, അത് പൈശാചികമായ പ്രേരണകൾ സൃഷ്ടിക്കുന്നതാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പലപ്പോഴും പറയാറുണ്ട്. അതുപോലെ യസ്തഹില്ലൂനൽ ഗിന, സംഗീതങ്ങളും സംഗീത ഉപകരണങ്ങളും ഒക്കെ ഹലാലാക്കുന്ന ഒരു സമൂഹം അന്ത്യനാളിൽ വരും എന്നൊക്കെ പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അപ്പോൾ പരിശുദ്ധ റമദാൻ ഖുർആന്റെ മാസമാണ്. ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ആ ഖുർആൻ പാരായണം ചെയ്യുക, അത് കേൾക്കുക, നല്ല നല്ല കാര്യങ്ങളുടെ ഓത്തുകൾ കേൾക്കുക. ഇത് റമദാനിലും അല്ലാത്ത കാലത്തൊക്കെ സംഗീതത്തോട് അത്ര ബന്ധപ്പെടുന്നത് നല്ലതല്ല. ഇനി മറ്റു കാലങ്ങളിൽ നോക്കുന്നതിലേറെ പരിശുദ്ധ റമദാന്റെ ഇഹ്തിറാമിന് വിരുദ്ധമായതുകൊണ്ട് അത്തരം സംഗീതങ്ങളിലേക്ക് പോവാതിരിക്കുന്നതാണ് ഉചിതം. നോമ്പിന്റെ സിഹത്തിനെ ബാധിക്കുമെന്നല്ല ഞാൻ പറഞ്ഞത്, നോമ്പ് സഹി ആകൂല എന്നല്ല പറഞ്ഞത്. കാരണം അത് നേരത്തെ പറഞ്ഞ ഹദീസിൽ തഖ്വയോട് ബന്ധപ്പെടാത്ത കാര്യങ്ങൾ റമദാനിൽ ഒഴിവാക്കുന്നതാണ് നല്ലത്. ഉലമാക്കളൊക്കെ പഴയകാല ആലിമീങ്ങൾ പള്ളി ദർസ് എന്നല്ല കിതാബ് ഓതിക്കൊടുക്കുന്നത് പോലും നിർത്തും. എന്തിനു വേണ്ടി? ഖുർആൻ കൊണ്ട് ശുഗലാകാൻ വേണ്ടി. പിന്നെയല്ലേ പാട്ട് കേൾക്കൽ. അപ്പോൾ നമ്മൾ അതാണ് അതിന്റെ സൂക്ഷ്മമായ വശം. സംഗീതം എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് അതിനെപ്പറ്റി, മ്യൂസിക്കിനെ പറ്റി ഒരു വീഡിയോ ചെയ്യാം. പല സംശയം, ഏതൊക്കെ ഹലാലാണ്? നഷീദ ഹലാലാണ്, കവാലി ഹലാലാണ്? അത് ഇൻഷാ അല്ലാഹ്. അത് എന്നാലോ പാട്ട് മൊത്തം ഹറാമാണെന്ന് പറഞ്ഞാൽ കവിതകളെ പോലും അങ്ങനെയൊന്നുമില്ല. കവിതകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. പാരായണം ചെയ്യുന്നത് അത് ഒരത്തിൽ ഖുർആൻ. നമുക്ക് ഇൻഷാ അല്ലാഹ് വിഷയത്തെ കുറിച്ച് പിന്നീട് നമുക്ക് ഡെപ്ത് ആയിട്ട് ചെയ്യണം ഇൻഷാ അല്ലാഹ്. അതേപോലെ മുദ്ദുകളെ പറ്റി ഒന്ന് വിശദീകരിക്കുമോ? നമ്മൾ വിശദീകരിച്ചു ഇൻഷാ അല്ലാഹ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകണം. നമുക്ക് എന്തെങ്കിലും നസ്രുദ്ദീൻ, അസ്സലാമു അലൈക്കും. ഞാനൊരു റിവേർട്ടഡ് മുസ്ലിമാണ്. 2 കൊല്ലമായി റിവേർട്ട് ആയിട്ട്. ബട്ട് പഠിക്കാൻ ഒരു റിസോഴ്സും കിട്ടുന്നില്ല. ഞാൻ ദുബായിലാണ് ഉള്ളത്. ഖുർആൻ ഹിഫ്ള് ആക്കാനും ഫിഖ് പഠിക്കാനും നല്ല ആഗ്രഹമുണ്ട്. ഒന്ന് ഹെൽപ്പ് ആകുമോ? ഇൻഷാ അല്ലാഹ്. നസ്രുദ്ദീനെ നമുക്ക് PM-ൽ ബന്ധപ്പെടാം. എന്നിട്ട് അവർക്ക് അവിടെയുള്ള ബഹുമാനപ്പെട്ട പല പല ഉസ്താദുമാരുമുണ്ട്. ഹാദിയയുടെ പല സംരംഭങ്ങളുമുണ്ട്. അത്തരം സംരംഭങ്ങളുമായി റീഡ് പോലുള്ള പല പദ്ധതികളുമുണ്ട്. അതുമായിട്ടൊക്കെ ബന്ധപ്പെടാൻ വേണ്ടി നമുക്ക് ഇൻഷാ അല്ലാഹ് അവരോട് പറയാം. PM-ൽ ഒന്ന് ബന്ധപ്പെടാൻ വേണ്ടി പറയാം. കച്ചവടത്തിന് വേണ്ടി പൈസ കൊടുത്തിട്ട് മാസത്തിൽ ഇത് എനിക്ക് തോന്നുന്നത് ഇത് സക്കാത്തുമായി ബന്ധപ്പെട്ട് നമുക്ക് പിന്നീട് റമദാന്റെ അവസാനത്തിൽ ചെയ്യാം ഇൻഷാ അല്ലാഹ്. റംസാനിലെ ഉറക്കം എങ്ങനെ ആയിരിക്കണം? ഹെൽത്തി ഫുഡ്, ഉറക്കം വിത്ത് ടൈം. ഓക്കെ. റമദാനിന്റെ ഉറക്കം നൗമുസ്സായിമി ഇബാദ എന്ന് പറഞ്ഞൊരു ഹദീസ് ഉണ്ട്. അത് പറഞ്ഞിട്ട് നമ്മളെ ആളുകൾ പലരും ആ ഹദീസ് ലൈഫാണെന്നാണ് പ്രബലമായ അഭിപ്രായം. അപ്പൊ അതും പറഞ്ഞിട്ട് നോമ്പുകാരൻ എന്ന് പറഞ്ഞാൽ പകൽ കിടന്ന് ഉറങ്ങലാണ് പവിത്രത എന്ന് പറയുന്നുണ്ട്. മറിച്ച് എന്തുണ്ട്, ഒരാൾ ഇങ്ങനെ നടന്നു പോയാൽ വെറുതെ ഇങ്ങനെ വടായും വിട്ടിട്ട് വർത്താനം പറഞ്ഞ് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ സമയം ചെലവഴിക്കുന്നതിനേക്കാളും നല്ലത് ഉറങ്ങലാണ്. അത് നല്ലതാണ്. പക്ഷേ ഉറക്കം റമദാന് ഉറങ്ങാനുള്ളതല്ല, ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കാനുള്ള പുണ്യങ്ങളുടെ പൂക്കാലമാണ് പരിശുദ്ധ റമദാൻ. അതുകൊണ്ട് തന്നെ ഈ റമദാനിൽ ഉറങ്ങിക്കളയാതെ കഴിയുന്നതും ഇബാദത്തുകളും ഖുർആനും ഒക്കെ പാരായണം ചെയ്തുകൊണ്ട് സമയം കണ്ടെത്തുക. എന്നാലോ അത്യാവശ്യം ആരോഗ്യത്തിന് ആവശ്യമായ ഉറക്കം വേണം. ആരോഗ്യത്തിന് എന്ന് പറഞ്ഞാൽ 6 മണിക്കൂർ 8 മണിക്കൂർ നമുക്കറിയാം. 6 മണിക്കൂറിൽ കുറയാത്ത രീതിയിൽ ഉറങ്ങുക, അതൊക്കെ ഓരോ വ്യക്തിക്കും അത് നല്ല തൻ്റെ സ്വന്തം ഹെൽത്ത് ഇൻസ്പെക്ടറോട് ചോദിച്ചിട്ട് അല്ലെങ്കിൽ ഹെൽത്ത് കൺസൾട്ടന്റിനോട് ചോദിച്ച് തിട്ടപ്പെടുത്തുന്നതായിരിക്കും നല്ലത്. നല്ല ഒരു ടൈം ടേബിൾ റമദാനിൽ ഉണ്ടാക്കുന്നത് നല്ലതാണ്. ഇന്ന സമയത്ത് ഉണരും, ഇന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യും, ഇത്ര ഖുർആൻ ഒരു ഏറ്റവും ചുരുങ്ങിയത് ഈ റമദാൻ മാസത്തിൽ ഒരു 3 ഖത്മെങ്കിലും പൂർത്തിയാക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ്. ആവി പിടിച്ചാൽ നോമ്പ് മുറിയുമോ? ആവി പിടിച്ചാൽ, ആവി എന്നത് അയിനല്ലല്ലോ, ഒരു തടിയല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അത് പിടിക്കുന്നത് കൊണ്ട് വിരോധമില്ല. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആവി എന്ന ഓമനപ്പേരിൽ ശരീരത്തിന് ആരോഗ്യമുണ്ടാക്കാനും അല്ലെങ്കിൽ വിശന്നിരിക്കുമ്പോൾ പലതും കഴിക്കുന്ന പുതിയ ശാസ്ത്ര രീതികളൊക്കെ ഉണ്ട്. ആവിയുടെ രൂപത്തിൽ കഴിക്കുന്നത് അത് ശരീരത്തിന് തഖ്വിയത്ത് കൊടുക്കുന്ന സാധനമാണെങ്കിൽ, തഖ്വിയത്ത് എന്ന് പറഞ്ഞാൽ സ്ട്രെങ്ത് കൊടുക്കുന്ന സാധനമാണെങ്കിൽ കഴിക്കാൻ പാടില്ല. അപ്പൊ അവിടെ ശ്രദ്ധിക്കേണ്ടത് ഇത് അയിനല്ല. അയിന് എന്ന് പറഞ്ഞാൽ തടിയുള്ള സാധനം അല്ലാത്തത് കൊണ്ട് സ്വാഭാവികമായിട്ട് നോമ്പ് മുറിയൂല. അപ്പൊ രോഗി, ഒരു ജലദോഷം പിടിച്ചയാള്, അദ്ദേഹത്തിന്റെ ജലദോഷത്തിന്റെ ഭയങ്കര പ്രയാസം നോമ്പ് ഉള്ള സമയത്ത് ഒരാൾ ചെയ്യുന്നത് കൊണ്ട് വിരോധമില്ല, കറാഹത്താണ്. കാരണം പേസ്റ്റ് പോലും ഉപയോഗിക്കൽ എന്താണ്, പേസ്റ്റ് നമ്മൾ ഉള്ളോട്ട് ഇറക്കുന്നില്ല, എന്നാലും പേസ്റ്റിന്റെ ഗന്ധം പോലും നോമ്പ് നോറ്റുകൊണ്ട് പകലിൽ ഉപയോഗിക്കുന്നത് കറാഹത്താണെന്നാണ് ഉലമാക്കളുടെ അഭിപ്രായം. എത്രത്തോളം നോമ്പുകാരൻ ഉച്ചയ്ക്ക് ശേഷം ബ്രഷ് ചെയ്യൽ പോലും എന്താണ്, കറാഹത്താണ്. ഉച്ചക്ക് മുമ്പ് കുഴപ്പമില്ല, സുന്നത്തൊക്കെ ആണെന്നൊക്കെ പറയുന്ന പല രീതിയിലും അതിൽ കാണും. ഏതായാലും നോമ്പ് ഉച്ചയ്ക്ക് ശേഷം ബ്രഷ് ഉപയോഗിക്കൽ പോലും എന്താണ്, കറാഹത്താണ്. അപ്പൊ അതുകൊണ്ട് ഈ ആവി ഉപയോഗിക്കുന്നത് നല്ലതല്ല. എന്നാൽ
ശ്രദ്ധിക്കണം കേട്ടോ, നല്ലതല്ല. പക്ഷേ അനിവാര്യമായ ഒരു ഘട്ടത്തിൽ ഒരു ജലദോഷം പിടിച്ചിട്ട് നടക്കാൻ പറ്റാത്തൊരാൾക്ക് അയാളെ തലവേദന മാറ്റാൻ വേണ്ടി അങ്ങനെ ചെയ്ത് നോമ്പ് നിലനിർത്താൻ പറ്റുമെങ്കിൽ ആവി പിടിക്കാവുന്നതാണ്. പക്ഷേ അതെന്ത് തഖ്വിയത്തിന് വേണ്ടി ആവരുത്, സ്ട്രെങ്ത് കിട്ടാൻ വേണ്ടി വേറെ ആവി ആവരുത് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ ഗുൾഗൂസ് വെച്ചാലും നോമ്പ് മുറിയില്ലല്ലോ? ഗുൾഗോസ് നമ്മൾ മനസ്സിലാക്കേണ്ടത് തുറക്കപ്പെട്ട ദൂരത്തിലൂടെ അല്ലാത്തത് കൊണ്ട് മുറിയില്ല. അതും ആവശ്യവും അത്യാവശ്യവും മനസ്സിലാക്കണം. അല്ലാതെ ശരീരത്തിന് തഖ്വിയത്ത് കിട്ടാൻ വേണ്ടിയാണെങ്കിൽ മുറിയും. ശ്രദ്ധിക്കണം, ശരീരത്തിന് തഖ്വിയത്ത് കിട്ടാൻ വേണ്ടി ഉള്ള ഉദ്ദേശത്തോടെ ചെയ്യുന്നതാണെങ്കിൽ എനർജി കിട്ടാനാണെങ്കിൽ നോമ്പ് മുറിയുക. അതേ സ്ഥാനത്ത് ഒരാൾ നോമ്പ് നോറ്റാണ്ട് വീണു, അയാൾ നോമ്പ് മുറിക്കാൻ തയ്യാറല്ല, അയാളെ പിടിച്ചിട്ട് ഡോക്ടർ ഒരാൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടേ. അപ്പോൾ അയാൾ അറിയാതെ പെട്ടെന്ന് അയാൾക്ക് ഗ്ലൂക്കോസ് ആണ്ട് കൊടുത്തെന്ന് വെക്കുക, ഒരു ഉദാഹരണം പറയാൻ. അങ്ങനെ കൊടുത്തു, പെട്ടെന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് ആ ആവശ്യം കഴിഞ്ഞാൽ ഊരിയാൽ അങ്ങനെയാണെങ്കിൽ നോമ്പ് മുറിയും. അറിഞ്ഞിട്ടാണെങ്കിലും കുഴപ്പമില്ല, അറിയാറ്. ഞാൻ അതിൻ്റെ ഒരു ഇത് പറഞ്ഞ ഒരു സിറ്റുവേഷൻ ഉണ്ടാകാൻ വേണ്ടി പറഞ്ഞതാണ്. അറിഞ്ഞാലോ അറിയാതിരിക്കുന്ന ഷർത്തല്ല, അദ്ദേഹത്തിന്റെ ജീവൻ നിലനിർത്താൻ വേണ്ടി മാത്രം ഒരു ഗ്ലൂക്കോസ് കൊടുത്തു. അതുകൊണ്ട് വിരോധമില്ല. അങ്ങനെയൊക്കെയുള്ള ഘട്ടത്തിൽ നോമ്പ്, അതുകൊണ്ട് നോമ്പ് മുറിയില്ല. പക്ഷെ എന്തില്ല, തഖ്വിയത്തിന് വേണ്ടിയാണെങ്കിൽ മുറിയും എന്ന്. ഷുഗർ ടെസ്റ്റ് ചെയ്യാൻ രക്തം എടുത്താൽ നോമ്പ് മുറിയുമോ? രക്തം എടുത്താൽ ഇല്ല, രക്തം എടുത്തിട്ട് നോമ്പ് മുറിയില്ല. കാരണം അതും തുറക്കപ്പെട്ട ദ്വാരങ്ങളിലൂടെ അല്ലല്ലോ കടന്നു പോകുന്നത്. അതേസ്ഥാനത്ത് പുറത്തു വിടാന്ന് പറഞ്ഞാൽ മനിയ് പോലുള്ളത് പുറത്തേക്ക് ആക്കിയാൽ നോമ്പ് മുറിയും. ഈ ഇസ്തിംനാ പോലുള്ള കാര്യം, സ്വയംഭോഗം പോലുള്ള കാര്യങ്ങളെ കൊണ്ട്. പക്ഷെ ആ ഘട്ടത്തിൽ ഈ രക്തം എടുക്കുന്നത് പെടില്ല. പിന്നെ കുട്ടികളുടെ നോമ്പ് ഒരു തമ്മീസുള്ള കുട്ടി നോമ്പ് നോറ്റാൽ നോമ്പ് സഹിഹാകുന്നതാണ്. കുട്ടികളെ കൊണ്ട് നോമ്പ് നോറ്റ് പരിശീലിപ്പിക്കുന്നത് നല്ലതാണ്. പ്രായപൂർത്തിയായാൽ നോമ്പ് നിർബന്ധമാണ്. പക്ഷേ 7 വയസ്സ് മുതൽ തന്നെ നിസ്കാരത്തെ പോലെ തന്നെയാണ് നോമ്പിൻ്റെയും ഹുക്മ്. 7 വയസ്സായ ഒരു കുഞ്ഞിനോട് എടുക്കാൻ കൽപ്പിക്കൽ സുന്നത്താണ്. ഇന്ന് നമ്മുടെ ഉമ്മമാരുണ്ട്, പല ഉമ്മമാരും കുട്ടി നോമ്പ് നോൽക്കാന്ന് പറഞ്ഞാൽ മോൻ്റെ തടി പോകും എന്നുള്ള നിലക്ക് നോമ്പ് നോൽക്കണ്ട എന്ന് പറയുന്ന രീതിയുണ്ട്. അത് ശരിയല്ല. മറിച്ച് കുട്ടി നോമ്പ് നോൽക്കണമെന്ന് പറഞ്ഞാൽ നോമ്പ് നോൽക്കാൻ അവരെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് നല്ലത്. എന്നാൽ ഒരു കുട്ടി വാശി പിടിച്ചിട്ട് അവൻ്റെ തടിക്ക് മോശമാകുന്ന രീതിയിലുണ്ടെങ്കിൽ ഉമ്മാക്ക് വാപ്പാക്ക് ചെയ്യുക. അതിന് ഏറ്റവും നല്ലത് കുട്ടികൾക്ക് പകുതി സമയം നോമ്പ് നോൽപ്പിക്കുക, ഒരു പകലിൻ്റെ പകുതി നോമ്പ് നോൽക്കുക, ഒരു ദിവസം നോമ്പ് നോൽപ്പിക്കുക, അടുത്ത ദിവസം നോമ്പ് മുറിക്കുക. ഇങ്ങനെയൊക്കെ പറഞ്ഞെടുത്തിട്ട് കുട്ടിക്ക് വളരെ ചെറുപ്പത്തിൽ തന്നെ അല്ലിമു ഔലാദക്കും വളരെ ചെറുപ്പത്തിൽ തന്നെ നോമ്പ് നോറ്റുകൊണ്ട് അവരെ പരിശീലിപ്പിക്കൽ നല്ല കാര്യമാണ്, പ്രത്യേകം സുന്നത്തായ കാര്യമാണ്. മക്കൾക്ക് വേണ്ടി നോമ്പ് ഒഴിവാക്കിയാൽ വർഷത്തിനനുസരിച്ച് മുദ്ദ് ഇരട്ടിപ്പിക്കണോ? അതെ, നമ്മൾ നേരത്തെ ആ വിശദീകരണം നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ചോദ്യത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് മക്കൾക്ക് സ്വന്തം കാര്യത്തിന് വേണ്ടി അല്ലാതെ എന്ന് പറഞ്ഞല്ലോ, അതാണ് മക്കൾക്ക് വേണ്ടി. ചോദ്യം എന്താണെന്ന് പറഞ്ഞാൽ വർഷത്തിനനുസരിച്ചിട്ട് അതെ. ഉദാഹരണമായിട്ട് ഈ കൊല്ലം നോറ്റ് വീട്ടാൻ കഴിഞ്ഞില്ല, അപ്പൊ അടുത്ത കൊല്ലം ആകുമ്പോൾ അടുത്ത കൊല്ലം അതിന്റെ ഡബിൾ കൊടുക്കേണ്ടി വരും എന്ന് മാത്രം. ഓക്കെ. വീട്ടിൽ ഷുഗർ നോക്കുന്ന ടെസ്റ്റ് ഇല്ല, അത് നോക്കിയാൽ നമുക്ക് പറയുമ്പോ അതെ, ഷുഗർ നോക്കുന്ന ടെസ്റ്റ് നമ്മൾ രക്തം എടുത്ത് നേരത്തെ പറഞ്ഞല്ലോ, ആ മറുപടി പെട്ടതാണ്. മുടി മുറിച്ചാൽ ഒരിക്കലും മുറിയില്ല. മുടി മുറിച്ചാൽ, മുടി നീക്കിയാൽ, ഇപ്പോൾ കക്ഷമുടി പോലുള്ളത് നീക്കി ഗുഹ്യമുടി പോലുള്ളത് നമ്മൾ നീക്കം ചെയ്താലോ, നമ്മളെ ശരീരത്തിലുള്ള മുടി, അതുപോലെ കക്ഷമുടി, നഖം വെട്ടിയാൽ, ഇപ്പോൾ വെള്ളിയാഴ്ച നഖം വെട്ടൽ സുന്നത്താണ്. അപ്പോൾ വെള്ളിയാഴ്ച ഒരാൾ പകല് നഖം വെട്ടി നോമ്പ് മുറിയില്ല. മുടി വെട്ടൽ, മീശ വെട്ടലൊക്കെ പ്രത്യേകം സുന്നത്താണ്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നോമ്പ് നോറ്റുകൊണ്ട് പകൽ സമയത്ത് ചെയ്താലും ഒരിക്കലും നോമ്പിനെ അത് ബാധിക്കുകയില്ല. നമ്മൾ നേരത്തെ തറാവീഹിന്റെ പറഞ്ഞത് തന്നെയാണ്. ആ തറാവീഹ് നിസ്കാരം 20 റക്അത്താണെന്നതിനുള്ള തെളിവ് എന്ന് പറയുമ്പോൾ അത് സ്വഹീഹായ ഹദീസിൽ നിന്നുള്ള ഒരു തെളിവ്. ഒരുപാട് ഹദീസുകൾ ആ വിഷയത്തെക്കുറിച്ചുണ്ട്. അതൊന്നും നമ്മൾ ഇത്തരം തർക്ക വിഷയങ്ങളിലേക്കൊന്നും, അത് ആരൊക്കെയോ തർക്കത്തിൽ പറയണമെന്ന് ഉദ്ദേശിച്ച് പറഞ്ഞാണെന്ന് തോന്നുന്നു. ഏതായാലും ഇൻഷാ അല്ലാഹ് ചോദ്യകർത്താവിൻ്റെ സദുദ്ദേശമാണെങ്കിൽ ഏതായാലും അള്ളാഹു ഖൈറാക്കട്ടെ. ഇത്രയേ ഉള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഈ നിസ്കാരം സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം ജമാഅത്തായി 20 നിസ്കരിച്ചു എന്ന് പോലും സഹിഹായ പല ഹദീസുകളിലും കാണാം നമുക്ക്. ഇൻഷാ അല്ലാഹ് മുദ്ദിനെ കുറിച്ച് ഒന്ന് പറയുമ്പോൾ പ്രസവാനന്തരം നോമ്പ് പോയിട്ടുണ്ട്. മുദ്ദ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പ്രസവ നോമ്പ് നോമ്പിന് നിയത്ത് വെക്കുമ്പോൾ എത്ര പ്രാവശ്യം പറയണം? അതൊരു നല്ല പലരും ഉള്ള ഒരു സംശയമാണ്. മാത്രമല്ല വസ്വാസ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. നോമ്പിന് നിയ്യത്ത് വെക്കുക എന്നുള്ളത് നിർബന്ധമാണ്. നിയ്യത്ത് ഉണ്ടാക്കുക എന്നുള്ളത് നിർബന്ധമാണ്. നിയ്യത്ത് പറയൽ എന്തേ ഉള്ളൂ? സുന്നത്തുള്ളൂ. ഒറ്റവട്ടം വെച്ചാൽ മതി. ഒറ്റവട്ടം, അഥവാ മഗ്രിബ് മുതൽ സുബ്ഹി ആകുന്നത് വരെയുള്ളതിൻ്റെ ഇടയിൽ ഒറ്റവട്ടം നിയ്യത്ത് ചെയ്താൽ മതി. എന്നാൽ അത്താഴത്തിൻ്റെ സമയത്ത് നിയ്യത്ത് വെക്കലാണ് ഏറ്റവും പ്രത്യേകം സുന്നത്ത്.
അത്താഴം കഴിച്ച് നിയ്യത്ത് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. അഥവാ സുബഹിയോട് അടുത്ത സമയത്ത് നിയ്യത്ത് വെക്കുന്നതിനാണ് കൂടുതൽ പ്രാധാന്യം എന്ന് ഉലമാക്കൾ പറഞ്ഞു. നോമ്പ് തീരെ നിയ്യത്ത് വെക്കാതെ നോമ്പ് നോറ്റാലും അദ്ദേഹത്തിന് മനസ്സിലുണ്ടല്ലോ മനസ്സിൽ നിയ്യത്തുണ്ടാകണം. അത് രാത്രി നാളത്തെ നോമ്പ് നോൽക്കുമെന്ന് ഇന്ന് രാത്രിയിൽ ഏതെങ്കിലും ഒരു സമയത്ത് മനസ്സിലുണ്ടാകണം. അത് കൊണ്ടുവരും. രാത്രി നമ്മൾ യാന്ത്രികമായിട്ട് സ്വാഭാവികമായിട്ട് റമദാൻ മൊത്തം നോമ്പ് നോക്കുന്ന ആളാണ്. അപ്പൊ അയാള് കരുതുന്നത് എന്താണ്? നാളെ അതാണ് അത് മദ്ഹബിയായ മാലിക്കി മദ്ഹബ് പോലുള്ള മദ്ഹബിൽ റമദാൻ മൊത്തം ഒരാൾ ആദ്യത്തെ രാത്രി വെച്ചാൽ മതി, ബാക്കിയുള്ളതൊക്കെ കിട്ടുമെന്ന് പറഞ്ഞാൽ നമ്മുടെ മദ്ഹബിൽ അങ്ങനെയല്ല. മബീത്തുന്നിയ അത് നമ്മുടെ മദ്ഹബ് എന്ന് മാത്രമല്ല, ഹംബലി മദ്ഹബിലൊക്കെ അത് സ്ട്രിക്റ്റാണ്. ഇവിടുത്തെ സൗദിയിലെ ഹംബലി മദ്ഹബിലൊക്കെ അക്കാര്യം വളരെ സ്ട്രിക്റ്റാണ്. ഏത് രാത്രി സമയത്ത് നിയ്യത്ത് രാത്രി തന്നെ വെക്കണം, ഓരോ രാത്രിക്കും നിയ്യത്ത് ഉണ്ടാകുക എന്നുള്ളത് വളരെ കൃത്യമായിട്ട് നമുക്ക് നോമ്പ്. പക്ഷേ എന്താ പറയുക, നിയ്യത്ത് തന്നെ നെവൈത്തു സോമകത്ത് നിന്ന് പറയലൊന്നുമില്ല. ഒരാൾ ഇപ്പോൾ അത്താഴത്തിന് നാളെ നോമ്പ് വെക്കാൻ വേണ്ടി അത്താഴത്തിന് എണീറ്റ് അപ്പം തന്നെ അയാളെ മനസ്സിൽ നിയ്യത്ത് വരും. അങ്ങനെ നിയ്യത്ത് ഉണ്ടായാൽ മതി. അതെ അതെ, നിയ്യത്ത് ഉണ്ടായാൽ മതി. അപ്പൊ നമ്മൾക്ക് നാളെ ഇപ്പൊ ഞാനിപ്പോ തന്നെ നാളത്തെ നോമ്പ് നിൽക്കുന്ന ഞാൻ എൻ്റെ മനസ്സിലുണ്ടായാൽ അത് മതി. അത് പറയല് സുന്നത്താണ്, നല്ലതാണ്. അല്ല അതിനിപ്പോ നാളത്തെ നിയ്യത്ത് നോക്കുമ്പോ അള്ളാഹുവിനോട് ഫാത്തിഹ ഓതി ദുആ ചെയ്യാണ്, പടച്ചോനെ നാളത്തെ പുണ്യമായ നോമ്പ് എനിക്ക് നല്ല രീതിയിൽ നോറ്റുവിട്ടാൻ തൗഫീഖ് നൽകി. അതൊക്കെ ഒരു നല്ല കാര്യം ചെയ്യാണ്. പക്ഷെ അതൊക്കെ നിർബന്ധമാണെന്ന് കരുതണ്ട. ചീത്ത വിളിക്കൽ കൊണ്ട് നോമ്പ് മുറിയുമോ? മാഷാ അല്ലാഹ്, നല്ലൊരു ചോദ്യമായിട്ടത്. ചീത്ത വിളിച്ചാൽ ഫിഖ്ഹിയായി നോമ്പ് മുറിയില്ല. അതാണ് അത് നിങ്ങൾ ചോദ്യം. ആത്മീയ വശം പറയുകയാണെങ്കിൽ ആ നോമ്പിന് ഒരു പ്രസക്തിയില്ലാണ്. നമ്മൾ ഒരു റമദാനിന് നോമ്പിനെ തന്നെ അള്ളാഹു എന്തിനാ നിർബന്ധമാക്കിയത്? ആത്മസംസ്കരണത്തിന് വേണ്ടിയാണ്. അപ്പൊ ആത്മസംസ്കരണത്തിന്റെ ഉദ്ദേശത്തിൽ ചെയ്യുന്ന നോമ്പിൽ ഒരാൾ ചീത്ത പറയാൻ പാടില്ല, ഹറാമാണ്. നോമ്പുകാരൻ എത്രത്തോളം നോമ്പുകാരൻ ആരെങ്കിലും ചീത്ത പറഞ്ഞാൽ ഇന്നീ സായിമോ ഞാൻ നോമ്പുകാരനാണെന്ന് പറയണമെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും ചീത്ത പറയരുത്. ചീത്ത പറയുന്നത് നല്ലതല്ല. പക്ഷേ ഫിഖ്ഹിന്റെ വശത്തിലൂടെ ഒരാളോട് ചോദിച്ചാൽ ചീത്ത പറഞ്ഞാൽ നോമ്പ് മുറിയൂല. അതാണ് അതിന്റെ ഉത്തരം. കളവ് പറഞ്ഞാലും കളവ് പറഞ്ഞു എന്നതുകൊണ്ട് നോമ്പ് മുറിയില്ല, മറിച്ച് കളവ് പറയാൻ പാടില്ല. അങ്ങനത്തെ നോമ്പ് എന്തിന്? കളവ് ഒരാൾ ഇങ്ങനെ പച്ച കള്ളം പറഞ്ഞിട്ട് ചീത്ത പറഞ്ഞിട്ട് എന്തിനാ അയാൾ നോമ്പ് വിൽക്കണം? അള്ളാനെ പറ്റിക്കാനാണ്. അതിനൊരു അർത്ഥമില്ല. പക്ഷേ മസ്അല ചോദിച്ചാൽ മുറിയില്ല എന്നാണ് ഉത്തരം. നേരത്തെ പറഞ്ഞ തന്നെയാണ്, റമദാനിൽ എല്ലാ ദിവസവും പ്രത്യേക നിയ്യത്ത് വെക്കൽ നിർബന്ധമുണ്ടോ അതോ ആദ്യത്തെ ദിവസം വെച്ചാൽ? അക്കാര്യം നമ്മൾ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞു. ഓക്കെ, നമ്മൾ കൂടുതൽ എനിക്ക് തോന്നുന്നത് നമ്മൾ സക്കാത്തിലേക്കായിരിക്കും പോകുന്നത്. റമദാന്റെ ഏകദേശം മതി തോന്നുന്നു. ഏകദേശം മാഷാ അല്ലാഹ്. അപ്പൊ ഏകദേശം നമ്മൾ ഏകദേശം കൈകാര്യം ചെയ്തു. ഇനിയുണ്ട് ഒരുപാട് ചോദ്യങ്ങൾ ഇൻഷാ അല്ലാഹ് പിന്നീട് പറയാം. ഒരുപാട് സക്കാത്ത് സക്കാത്ത് നമുക്ക് ഇൻഷാ അല്ലാഹ് റമദാൻ കുറച്ചുകൂടി പറയാം. പിന്നെ പലരും സക്കാത്ത് എന്ന് പറഞ്ഞാൽ റമദാനിൽ മാസം മാത്രം നമുക്ക് ഇൻഷാ അല്ലാഹ് പിന്നീട് പറയാം. ഏതായാലും അപ്പോൾ ഒരുപാട് ചോദ്യങ്ങളാണ് നിങ്ങൾ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ കമ്മ്യൂണിറ്റി ടാബിൽ ചോദ്യം ഇട്ടതായിരുന്നു. കമ്മ്യൂണിറ്റി ടാബ് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിക്കുക. ഒരുപാട് നല്ല നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ ഒക്കെ കമ്മ്യൂണിറ്റി ടാബിലൂടെ വരും. ഇനിയും നോമ്പിനെ കുറിച്ച് വല്ലതും അറിയണമെങ്കിൽ പറഞ്ഞോട്ടെ. മാത്രമല്ല നമ്മളെ കഴിഞ്ഞ ഒരു ഇതിലുള്ള ഒരുപാട് ചോദ്യങ്ങൾ ബാക്കി കിടക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള വീഡിയോകൾ ഇനിയും കാണാനായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വിലയേറിയ അറിവുകൾ മാക്സിമം ഷെയർ ചെയ്യാം. അല്ലാഹുവേ, ഞങ്ങളുടെ റമദാൻ സ്വീകരിക്കണേ തമ്പുരാനെ. അല്ലാഹുമ്മ ജഅൽ ഹാദ അശ്ശഹ്റ ശരീഫ ഷാഹിദൻ ലനാ ലാ ഷാഹിദൻ അലൈനാ വജഅൽഹു ഹുജ്ജതൻ ലനാ ലാ ഹുജ്ജതൻ അലൈനാ. ഇതുപോലെ തന്നെ ഒരു സെഷൻ നമ്മൾ വെക്കുന്ന ഒരു ചാനലിൽ നമ്മൾ ഇസ്ലാമിക് ഇന്റർവ്യൂവിന്റെ പുറമെ ഇങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ ആൻസർ Q&A എന്ന നിലയിൽ നിങ്ങളുമായിട്ട് നമ്മൾ ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, അതുപോലെ കമന്റ് റെസ്പോൺസും നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ. കമന്റുകൾ റെസ്പോൺസ് അതന്നെയാണ് ഇത്. കമന്റ് റെസ്പോൺസ് നമ്മൾ ചെയ്യുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ലൈവായിട്ട് മറുപടി വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ലൈവ് സെഷൻസും ഒരുപാട് കമന്റുകൾ വരികയാണെങ്കിൽ ലൈവായിട്ട് നിങ്ങൾക്ക് അറിയാനുള്ള ഡൗട്ടുകൾ അത് എന്താണെങ്കിലും, ഫിഖ് ആണെങ്കിലും തസൗഫ് ആണെങ്കിലും തഫ്സീർ ആണെങ്കിലും നിങ്ങൾക്ക് അഖീദയാണെങ്കിലും ഏത് വിഷയത്തിലും നമുക്ക് അറിവുള്ളവരോട് ചോദിച്ചിട്ട് ചെയ്യാം. അല്ലാഹു ഇൽമു തരട്ടെ നമുക്ക്. ഇങ്ങനെയുള്ള വീഡിയോകൾ ഇനിയും കാണാനായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വിലയേറിയ അറിവുകൾ മാക്സിമം ഷെയർ ചെയ്യാം. അല്ലാഹുവേ, ഞങ്ങളുടെ റമദാൻ സ്വീകരിക്കണേ തമ്പുരാനെ. അല്ലാഹുമ്മ ജഅൽ ഹാദ അശ്ശഹ്റ ശരീഫ ഷാഹിദൻ ലനാ ലാ ഷാഹിദൻ അലൈനാ വജഅൽഹു ഹുജ്ജതൻ ലനാ ലാ ഹുജ്ജതൻ അലൈനാ.